നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ ക്ലാസ് നമ്മൾ ഇൻട്രോ ആണ് പറഞ്ഞത്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ പ്രധാനമായിട്ടും വരുന്നത് കാർഡിയോ വാസ്കുലർ ഡിസീസ് ആണ്, അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ. അതിന് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയുന്നത് CVD എന്നാണ്, കാർഡിയോ വാസ്കുലർ ഡിസീസ്. ഇതില് എന്താണ് ഉൾപ്പെട്ടിട്ടുള്ളത്? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് ഓഫ് ദി ഹാർട്ട് ആൻഡ് വാസ്കുലർ സിസ്റ്റം. ഹാർട്ടിന്റെ മാത്രമല്ല, വാസ്കുലർ സിസ്റ്റം, നമ്മുടെ രക്തക്കുഴലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിസ്റ്റം, ഇതിനെയെല്ലാം ബാധിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ഡിസീസിനെയാണ് നമ്മൾ CVD എന്ന് പറയുന്നത്. ദ മേജർ കണ്ടീഷൻസ് ആർ ഇക്സ്ട്രീമിക് ഹാർട്ട് ഡിസീസ്, അല്ലെങ്കിൽ IHD എന്ന് പറയും, ഹൈപ്പർ ടെൻഷൻ, സെറിബ്രോ വാസ്കുലർ ഡിസീസ് ലൈക്ക് സ്ട്രോക്ക്, കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ്. ഇഷ്മിക് ഹാർട്ട് ഡിസീസ് പ്രത്യേകിച്ച് റീസൺ ഒന്നും അറിയാത്ത വാൽവിന് തകരാറ്, അങ്ങനത്തെ ഇഷ്യൂസ്. പിന്നെ BP, അതേപോലെ സെറിബ്രോ വാസ്കുലർ, നമ്മുടെ തലയോ ബ്രെയിനിലെ അല്ലെങ്കിൽ സെറിബ്രോ രക്തക്കുഴലുകളായിട്ട് ബന്ധപ്പെട്ട ഡിസീസ്, പ്രത്യേകിച്ച് സ്ട്രോക്ക്. നമുക്ക് ബ്ലഡ് ഒക്കെ തലയിൽ ക്ലോട്ട് ആയിട്ടാണല്ലോ സ്ട്രോക്ക് വരുന്നത്, അതൊക്കെ സെറിബ്രോ വാസ്കുലർ ഡിസീസ് ആണ്. പിന്നെ കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ്, ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങൾ, ഇതെല്ലാം കാർഡിയോ വാസ്കുലർ ഡിസീസിൽ വരുന്നതാണ്. നെക്സ്റ്റ്, റുമാറ്റിക് ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ RHD. ഇറ്റ് കണ്ടിന്യൂസ് ടു ബി ആൻ ഇമ്പോർട്ടൻറ്റ് ഹെൽത്ത് പ്രോബ്ലം ഇൻ മെനി ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പോൾ റുമാറ്റിക് ഹാർട്ട് ഡിസീസ്, നമ്മൾ ആമവാദം ഒക്കെ ഇല്ലേ, അത് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ടിനെ ബാധിക്കും. ഇതെല്ലാം കാർഡിയോ വാസ്കുലർ ഡിസീസിൽ ഉൾപ്പെടുന്നതാണ്. കമ്പയർഡ് വിത്ത് ഓൾ അതർ കൺട്രീസ്, ഇന്ത്യ suffers the highest loss in the potentially productive years of life due to death from the CVD in people aged 35 to 64 years. പ്രൊഡക്റ്റീവ് ഇയേഴ്സ് ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ, അതായത് നമുക്ക് ജോലി ചെയ്യാൻ അങ്ങനത്തെ ആ ഒരു പ്രായം എന്ന് പറയുന്നത് 35 വയസ്സ് തൊട്ട് 64 വയസ്സ് വരെയാണ്. അപ്പം മറ്റു ഈ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലാണ് ഈ കാർഡിയോ വാസ്കുലർ ഡിസീസുകൾ കൂടുതൽ. ഒരുപാട് ചെറുപ്പക്കാർ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടും കുഴഞ്ഞു വീണൊക്കെ മരിക്കാറില്ലേ, അപ്പൊ അതെല്ലാം ഇന്ത്യയിലാണ് കൂടുതൽ. ദ പ്രിവലൻസ് ഓഫ് CVD, പ്രിവലൻസ് എന്ന് വെച്ചാൽ പുതിയ കേസും പഴയ കേസും, അതായത് ഓൾറെഡി നമ്മുടെ സമൂഹത്തിലുള്ളതും പിന്നെ പുതിയതായിട്ട് വരുന്ന കേസുകളും. The prevalence of CVD is reported to be 2 to 3 times higher in the urban population as compared to the rural population. അതായത് റൂറൽ ഏരിയാസിനെ വെച്ച് കൂടുതൽ നോക്കുമ്പോൾ അർബൻ ഏരിയ അല്ലെങ്കിൽ സിറ്റികളിലാണ് CVD കൂടുതലായിട്ട് കാണുന്നത്. കാർഡിയോ വാസ്കുലർ ഡിസീസിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. ഇതൊക്കെ ഓപ്ഷൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയസ് ആണ്. ദ പ്രസന്റ് മോർട്ടാലിറ്റി റേറ്റ്സ്, മോർട്ടാലിറ്റി എന്ന് വെച്ചാൽ എന്താണ്, മരണനിരക്ക്, ആർ ദി കോൺസിക്വൻസ് ഓഫ് പ്രീവിയസ് എക്സ്പോഷർ ടു ബിഹേവിയറൽ റിസ്ക് ഫാക്ടേഴ്സ് സച്ച് ആസ് inappropriate nutrition, insufficient physical activity and increased tobacco consumption. ഇതെല്ലാം തന്നെ എന്താണ്, ഈ CVD കാരണമുള്ള മോർട്ടാലിറ്റിക്ക് കാരണമാകാറുണ്ട്. അതായത് ജങ്ക് ഫുഡ്സ് കൂടുതൽ കഴിക്കുക, ഇൻസഫിഷ്യന്റ് ഫിസിക്കൽ ആക്ടിവിറ്റി, വ്യായാമം ചെയ്യാതിരിക്കുക, ടൊബാക്കോ കൺസപ്ഷൻ കൂടുതലായിട്ട്, അതായത് ടൊബാക്കോ കൂടുതലായിട്ട് യൂസ് ചെയ്യുക, ഇതെല്ലാം CVDയിലേക്ക് നയിക്കുകയും മോർട്ടാലിറ്റി റേറ്റ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഇറ്റ് ഈസ് കോൾഡ് ലാഗ് ടൈം എഫക്റ്റ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് ഫോർ CVD. ഇപ്പൊ ഈ CVDയിലേക്ക് എത്താൻ അല്ലെങ്കിൽ ആ ഡെത്തിലേക്ക് എത്താൻ കാരണമാകുന്ന ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ലാഗ് ടൈം. ഓവർ വെയ്റ്റ്, അതായത് അമിതഭാരം, സെൻട്രൽ ഒബിസിറ്റി, ഭയങ്കര കുടവേറുമായിട്ട് നല്ല വണ്ണം, ഹൈ BP, ഡിസ്ലിപ്പിഡീമിയ, കൊളസ്ട്രോൾ, അങ്ങനത്തെ കാര്യങ്ങൾ, ഡയബറ്റീസ് ആൻഡ് ലോ കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ് ആർ എമംഗ് ദി ബയോളജിക്കൽ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് പ്രിൻസിപ്പലി ടു ഇൻക്രീസ്ഡ് റിസ്ക്. അപ്പോൾ പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് കൊറോണറി ഹാർട്ട് ഡിസീസ് ആണ്. കൊറോണറി ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് ഇഷ്മിക് ഹാർട്ട് ഡിസീസ്. ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് ഇമ്പയർമെന്റ് ഓഫ് ഹാർട്ട് ഫംഗ്ഷൻ ഡ്യൂ ടു inadequate blood flow to the heart compared to its needs caused by obstructive changes in the coronary circulation to the heart. കൊറോണറി ഹാർട്ട് ഡിസീസിന്റെ മറ്റൊരു പേരാണ് ഇഷ്മിക് ഹാർട്ട് ഡിസീസ്. അപ്പോ ഇതെന്ന് വെച്ചാല് ഹാർട്ടിന്റെ പ്രവർത്തനങ്ങളുടെ ഇമ്പയർമെന്റ് ആണ്, താളം തെറ്റുന്ന ഡിസീസ് ആണ് കൊറോണറി ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. ഇതിൽ ആവശ്യത്തിന് ബ്ലഡ് ഹാർട്ടിലേക്ക് എത്താത്ത ഒരു അവസ്ഥ കൂടിയാണ്. ബ്ലോക്ക് ഒക്കെ ഉണ്ടാവില്ല, ഇതെല്ലാം കൊറോണറി ഹാർട്ട് ഡിസീസിൽ വരുന്നതാണ്. The WHO has drawn attention to the fact that CHO is our modern epidemic.
അപ്പോൾ കൊറോണറി ഹാർട്ട് ഡിസീസ് ഒരു മോഡേൺ എപ്പിഡമിക് ആയിട്ട് WHO പറയുന്നുണ്ട്. That is a disease that affects populations, not an unavoidable attribute of aging. പ്രായം കൂടുന്തോറും ഇത് വരുന്നതുമാണ്, നമുക്കത് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്തത് കൂടിയാണ്. CHO may manifest itself in many presentations: angina pectoris of FR, myocardial infarction, irregularities of the heart, cardiac failure, sudden death. എങ്ങനെയൊക്കെയാണ് കൊറോണറി ഹാർട്ട് ഡിസീസ് നമുക്ക് കാണാൻ പറ്റുന്നത്? ആൻജൈന, നെഞ്ചുവേദനയൊക്കെ വരിക, അതേപോലെ അറ്റാക്ക് വരിക, ഹാർട്ടിന്റെ ബീറ്റ് താളം തെറ്റുക, അതേപോലെ കാർഡിയാക് ഫെയിലിയർ ഉണ്ടാകുക, സഡൻ ഡെത്ത്, ഇതെല്ലാം CHOയിൽ വരുന്നതാണ്. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞത് ഇറ്റ്സ് സ്പെസിഫിക് ടു CHO. ആൻജൈന പെക്ടോറിസ് ആൻഡ് സഡൻ ഡെത്ത് ആർ നോട്ട്. മയോകാർഡിയൽ ഇൻഫെക്ഷൻ ആണ് കൂടുതലായിട്ടും CHOയിൽ കാണുന്നത്. റുമാറ്റിക് ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ആമവാദം, കാർഡിയോമയോപ്പതി, ഇതൊക്കെ എന്താണ് ഈ ഒരു CHO ആയിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ഡെത്ത് മേ ഓക്കർ ഇൻ ദി ഫസ്റ്റ് എപ്പിസോഡ് ഓർ ആഫ്റ്റർ എ ലോങ് ഹിസ്റ്ററി ഓഫ് ദി ഡിസീസ്. പെട്ടെന്ന് ചിലപ്പോൾ സംഭവിക്കാം, അല്ലെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷവും സംഭവിക്കാം. മെഷറിംഗ് ദി ബർഡൻ ഓഫ് ദി ഡിസീസ്, പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേഷ്യോ വെച്ചിട്ട് നമ്മളത് എത്രത്തോളം ഡിസീസ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്ന് ചെക്ക് ചെയ്യും. ലോസ് ഓഫ് ലൈഫ് എക്സ്പെക്ടൻസി, അകാല മരണം, അങ്ങനത്തെ കണക്കുകൾ എടുക്കും. CHD ഇൻസിഡൻസ് റേറ്റ്, എത്രത്തോളം പുതിയ കൊറോണറി ഹാർട്ട് ഡിസീസ് റിപ്പോർട്ട് ചെയ്തു നോക്കും. ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ്, ഓരോ ഏജ് ഗ്രൂപ്പിൽ എത്രത്തോളം ഡെത്ത് സമൂഹത്തിൽ സംഭവിക്കുന്നത്, 30 വയസ്സിനുള്ളിൽ ഉള്ള ആൾക്കാർ ഇത് ഇത്ര വർഷത്തിനുള്ളിൽ എത്ര പേര് മരിച്ചു, അങ്ങനെയൊക്കെ കണക്കെടുക്കും. പിന്നെ പ്രിവലൻസ് റേറ്റ്, ഇപ്പോഴുള്ള കേസും പുതിയ കേസുകളുടെയൊക്കെ എണ്ണം എടുക്കും. കേസ് ഫേറ്റാലിറ്റി റേറ്റ്, മരണ നിരക്കെടുക്കും. അതേപോലെ മെഷർമെന്റ് ഓഫ് റിസ്ക് ഫാക്ടർ ലെവൽസ്, റിസ്ക് ഫാക്ടറിനെ കുറിച്ചും ഡീറ്റെയിൽസ് എടുക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഡിസീസിന്റെ ബർഡൻ അറിയുന്നത്. The WHO has completed a project known as MONICA, Multinational Monitoring of Trends and Determinants in the Cardiovascular Disease, to illustrate this issue. അപ്പോൾ WHO ഈ CHD ഒക്കെ മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പ്രോജക്റ്റ് ആണ് മോണിക്ക, മൾട്ടിനാഷണൽ മോണിറ്ററിംഗ് ഓഫ് ട്രെൻഡ്സ് ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് കാർഡിയോവാസ്കുലർ ഡിസീസ്. അപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എറ്റിയോളജി ഓഫ് ദി CHD എന്ന് പറയുന്നത് മൾട്ടി ഫാക്ടറുകളാണ്. അത് കുറേ കാര്യങ്ങളുണ്ട്. എന്താണ്, നോട്ട് മോഡിഫൈബിളും ഉണ്ട്, മോഡിഫൈബിളും ഉണ്ട്. നമുക്ക് മാറ്റാൻ പറ്റുന്നതും മാറ്റാൻ പറ്റാത്തതും ഉണ്ട്. ഒന്ന് ഏജ്, പ്രായം കൂടുന്തോറും CHD വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ സെക്സ്, പുരുഷന്മാരിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഫാമിലി ഹിസ്റ്ററി, ഇപ്പൊ നമ്മുടെ പേരൻസിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും CHD വരാൻ ചാൻസ് കൂടുതലാണ്. ജനറ്റിക് ഫാക്ടേഴ്സ്, പിന്നെ പേഴ്സണാലിറ്റി, ഇതെല്ലാം തന്നെ നോട്ട് മോഡിഫൈബിൾ ആണ്. മോഡിഫൈബിൾ എന്ന് പറയുമ്പോൾ സിഗരറ്റ് സ്മോക്കിംഗ്, സിഗരറ്റ് വലിക്കുന്ന ആൾക്ക് അത് മാറ്റി കഴിഞ്ഞാൽ തന്നെ CHD കുറയുന്നതാണ്, അല്ലെങ്കിൽ അത് വരാതിരിക്കാൻ സഹായിക്കും. പിന്നെ ഹൈ BP നോർമൽ ആക്കിയാൽ തന്നെ CHD വരാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സിറം കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുക, ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക, ഒബിസിറ്റി കൺട്രോൾ ചെയ്യുക, സെഡൻറ്ററി ഹാബിറ്റ്സ്, സ്ട്രെസ്, ഇതൊക്കെ മാറ്റിയാൽ നമുക്ക് CHD പ്രിവെന്റ് ചെയ്യാൻ കഴിയുന്നതാണ്. നെക്സ്റ്റ് ഹൈപ്പർ ടെൻഷൻ, അടുത്ത ഒരു ഡിസീസ് ആണ് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ BP. The blood pressure is the single most useful test for identifying individuals at a high risk of developing CHD. CHDക്ക് കാരണമായിട്ടുള്ള മറ്റൊരു കണ്ടീഷനാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ CHD വരാനുള്ള ചാൻസ് കുറവാണ്. Especially if hyperlipidemia is also present and contributes importantly to CHD. BP മാത്രമല്ല, അതിൻ്റെ കൂടെ ഹൈപ്പർലിപ്പിഡീമിയ അല്ലെങ്കിൽ ഹൈ ലെവൽ ഓഫ് ലിപ്പിഡ്സ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അതും കൂടെ ആയിക്കഴിഞ്ഞാൽ CHDക്ക് അത് ഭയങ്കര ഗുരുതരമാകും. മെനി ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഫീൽ ദാറ്റ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഈസ് എ ബെറ്റർ പ്രൊഡിക്ടർ ഓഫ് CHD ദാൻ ഇസ് ഡയസ്റ്റോളിക്. അതുകൊണ്ട് തന്നെ പലരും പറയുന്നത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ കൂടുതലായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ CHDക്ക് സംശയിക്കണം എന്നാണ് പറയുന്നത്. അടുത്ത സിറം കൊളസ്ട്രോൾ ആണ്. നമ്മൾ പറഞ്ഞല്ലോ BPയും കൊളസ്ട്രോളും കൂടിയാൽ തന്നെ CHDക്ക് റിസ്ക് ആണ്. Elevation of serum cholesterol was one of the factors which carried an increased risk for the development of myocardial infarction. സിറം കൊളസ്ട്രോൾ കൂടിയാൽ തന്നെ CHDയിലേക്ക് പോകും. പ്രധാനമായിട്ടും മയോകാർഡിയൽ ഇൻഫാക്ഷൻ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിലേക്കാണ് പോകുന്നത്. Today there is a vast body of evidence showing a triangular relationship between habitual diet, ഒരു ട്രയാങ്കുലർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ട്രയാങ്കുലർ രീതിയിൽ നമ്മളത് വിവരിച്ചു കഴിഞ്ഞാൽ ഹാബിച്വൽ ഡയറ്റ്, ബ്ലഡ് കൊളസ്ട്രോൾ, ലിപ്പോപ്രോട്ടീൻ ലെവല്, അതേപോലെ CHD, ഇതെല്ലാം കണക്റ്റഡ് ആണ്. The level of low density lipoprotein,
കൊളസ്ട്രോൾ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഡയറക്ട്ലി, അതായത് നമ്മൾ LDL എന്നൊക്കെ പറയില്ലേ, അപ്പൊ അതൊക്കെയാണ് കൂടുതലായിട്ടും CHOക്ക് കാരണം. മറ്റ് റിസ്ക് ഫാക്ടേഴ്സ് പറയുന്നത് ഡയബറ്റീസ്, പ്രമേഹം ഉള്ളവർക്ക് CHD വരാൻ ചാൻസ് കൂടുതലാണ്. ജനറ്റിക് ഫാക്ടേഴ്സ്, ഫിസിക്കൽ ആക്ടിവിറ്റി, വ്യായാമമില്ലായ്മ, ചില ഹോർമോൺസ്, ആൽക്കഹോൾ, ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്, ഗർഭനിരോധന ഗുളികകൾ, ഇതെല്ലാം തന്നെ CHD വരാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ജസ്റ്റ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ രണ്ടാമത്തെ പാർട്ട്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. താങ്ക് യു.